നമസ്കാരം. ഇന്ന് ഓണം സ്പെഷ്യൽ അവിയൽ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അവിയൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് പച്ചക്കറീനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കുക്കറിലേക്ക് ചെറിയ കപ്പ് അളവിന് 1 കപ്പ് ബീൻസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതേ കപ്പ് അളവിന് ഞാനൊരു കപ്പ് കോവക്കായ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ഉരുളക്കിഴങ്ങ്, 1 കപ്പ് കൊത്തമരയ്ക്ക, 1 കപ്പ് കുമ്പളങ്ങ, പിന്നെ 1/4 കപ്പ് കയ്പ്പയ്ക്ക അധികം ചേർക്കേണ്ട ആവശ്യമില്ല. അവിയലിന് കയ്പ്പ് രസം കൂടുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ മത്തങ്ങ 1 കപ്പ് തൊലിയോട് കൂടെയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. തൊലിയോട് കൂടെ ഇട്ട് കൊടുത്താലാണ് കഷ്ണം വെന്തുടയാണ്ടിരിക്കുള്ളൂ. പിന്നെ 1 കപ്പ് ചേന ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, 1 കപ്പ് ക്യാരറ്റ്, പിന്നെ 1 കപ്പ് ശീമക്കത്തിരിക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് മുരിങ്ങക്കായ നടുവ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നമുക്ക് അവിയൽ നന്നായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ചേർക്കുന്നത്. അവിയൽ ഉണ്ടാക്കുമ്പോൾ അധികം എരിവിലുണ്ടാക്കേണ്ട ആവശ്യമില്ല. മുളക് എരിവ് കൂടുതലാണെങ്കിൽ 1-2 ഇട്ടാൽ മതി. മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറവ് വെള്ളം ഒഴിച്ചിട്ട് വേണം പച്ചക്കറിനെ വേവിക്കാൻ. ഇവിടെ ഞാൻ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോഴാണ് പച്ചക്കറി വെന്ത് അധികം ഉടയാണ്ടിരിക്കുള്ളൂ. പിന്നെ അവിയൽ നമുക്ക് കട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു 3 വിസിൽ കുക്കറിൽ അടിച്ചെടുക്കുകയാണ്. അതിനെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാൻ മിക്സി ജാറിലേക്ക് ഫ്രഷായിട്ട് തുരുവിയ 1 കപ്പ് തേങ്ങ, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്, വെള്ളമൊന്നും ഒഴിക്കാണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കാം. പച്ചക്കറിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനൊന്ന് വറ്റിച്ചിട്ട് വേണം നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങയും ജീരകം ചേർക്കാൻ. അല്ലെങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ വെള്ളം ഊറ്റിയിട്ട് തേങ്ങയും ജീരകം ചേർക്കുക. തേങ്ങയും ജീരകം ഇട്ടതിന് ശേഷം പതുക്കനൊന്ന് കഷ്ണങ്ങൾ ഉടയാണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ജീരകവും ആ തേങ്ങയുടെയും ആ ഫ്ലേവർ നമ്മുടെ പച്ചക്കറിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂട്ടോടുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ 1 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. തൈര് ഒഴിക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിക്കാൻ. എന്നിട്ട് 2 ടീസ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ടി തൈരുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി അവിയൽ നമുക്ക് കട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പതുക്കനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, അവിയൽ ഉണ്ടാക്കുമ്പോൾ കഷ്ണങ്ങളൊന്ന് നീളനായിട്ട് മീഡിയം തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ കുത്തണ മണമുള്ള പച്ചക്കറി, മുള്ളങ്കി, വെളുത്തുള്ളി, ഉള്ളി ഇത്തരം പച്ചക്കറികൾ ഇതിലേക്ക് ചേർക്കാണ്ടിരിക്കുക. പിന്നെ വഴുവഴുപ്പുള്ള പച്ചക്കറി, വെണ്ടക്കായ, ചേമ്പ് അങ്ങനത്തെ പച്ചക്കറികൾ ചേർക്കാതെ ഉണ്ടാക്കുക. പിന്നെ പച്ചക്കറി വേവിക്കുമ്പോൾ കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെന്തുടയാനുള്ള ചാൻസസ് കുറച്ച് കുറവായിരിക്കും. അഥവാ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം ഊറ്റിയിട്ട് വേണം ചതച്ച് വെച്ച് തേങ്ങയും ജീരകം അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാൻ. തൈര് ഒഴിക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിക്കാൻ. കട്ടി തൈരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയിൽ നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് അവിയലൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.